അല്ലെങ്കിലും ഇതൊക്കെ വേലായുധം കേക്കണം. എന്റെ ഈ കഷ്ടപ്പാട് കാണാൻ ഇവിടെ ആർക്കും കണ്ണില്ലല്ലോ. പറയുന്നത് കേട്ട് തോന്നും ഈ ലോകത്ത് വേറെ ആരും കഷ്ടപ്പെടില്ലെന്ന്. ഓരോരുത്തർ ചോര നിനക്കെ കൊണ്ട് തന്നെയാ അവരുടെ കുടുംബം പോറ്റുന്നത്. അല്ലെ ഒടേ നമ്പരെ ഭയക്കൊണ്ട് തരത്തൊന്നുമില്ല. പെൺകുട്ടികൾ 3 എണ്ണ വളർന്നു വരുന്നത്, അത് മറക്കണ്ട. അതും ഒടേ തമ്പുരാൻ തന്നതാണെന്ന് നീയും മറക്കണ്ട. അതേത് മനക്കൽ തമ്പുരാനാ മാമ? നീങ്ങി വരിക. ഒന്നൂടെ പറയ്. അല്ല, ഇവിടത്തെ ഈ 3 പെമ്മക്കാൽ തന്ന തമ്പുരാനുണ്ടല്ലോ, അതേത് മനക്കലാ? ഇപ്പം മനസ്സിലായോ? അതും ഈ തമ്പുരാൻ തന്നെയാ. വേലായുധം തമ്പുരാൻ. പോയിരുന്ന് പറത്തണോ പോത്തെ. അമ്മേ ഞങ്ങൾ പോവാ. പോട്ടെ അമ്മേ. ശ്രീദേവി, ദാ നിന്റെ കൂട്ടുകാരിൽ വന്നിരിക്കുന്നു. ദാ വരുന്നമ്മേ. എടേ, ട്യൂഷൻ ക്ലാസ്സിലേക്കാണെന്നും പറഞ്ഞ കണ്ട ഊടുവഴിയിലും പറങ്കാവിന്റെ ചോട്ടിൽ നിന്ന് തിരിഞ്ഞു കളിച്ചു എന്നറിഞ്ഞാ നിന്റെ മുട്ടും കാലി ഞാൻ തല്ലി ഓടിക്കും. അതൊക്കെ ഓരോരുത്തർ വെറുതെ പറയണതാണമ്മേ. നാട്ടുകാർക്കാൻ തടി പ്രാന്തോ? അവള് 4 ലക്ഷം പഠിക്കുന്ന ആർക്കും കണ്ടുകൂടാ. അത് തന്നെ കാര്യം. എന്റെ മോള് പൊയ്ക്കോ. എന്താടി ഇത്ര മധുരം? നിന്റെ തന്ത കൊണ്ട് തരുന്നുണ്ടോ പഞ്ചാര? അയ്യോ, അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? കുഴി കിടക്കുന്ന എന്റെ തന്ത ഇന്നലെ വിരുന്ന് വന്നായിരുന്നു. അപ്പൊ കൊണ്ടുതന്ന അരക്കിലെ പഞ്ചാര തീരുമാനം പറയാൻ വേണ്ടി നിങ്ങളെ അങ്ങോട്ട് അയക്കാനും പറഞ്ഞു. പോത്തെ. തൊട്ടതിനും പിടിച്ചതിനും ധാരാളിത്തം കാണിക്കണം. നീ ഒന്നും മനസ്സിലാക്കണം. ഇവിടെ അടുപ്പ് പുകയണേൽ ഞാൻ തന്നെ വേണം. ആ കുഞ്ഞുണ്ണി നേർക്ക് മുതൽ 4 മാസത്തെ പലിശ അടക്കം ഉറുപ്പിക 6800 കൊടുക്കണം. ആ ഒരു വിചാരം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോടി വെള്ളാനെ? എന്ന് വെച്ചിങ്ങനെ പിശുക്കിട്ട് എന്താ കാര്യം? കാപ്പിൽ അല്പം പഞ്ചാര കൂടി അതിന് ബഹളം, കറിയിൽ അല്പം ഇത്തിരി അരിയും പുളിയും കൂടി അതിനും ബഹളം. വെറുതെ നാട്ടുകാരൻ അരക്കമ്പേലെന്ന് വിളിക്കുന്നത്. നാട്ടുകാരല്ലടി, ഇവിടുത്തെ പ്രമാണി നിന്റെ പുന്നാര മോൻ. അവനെ എന്നെ അങ്ങനെ വിളിക്കുന്നു. അതങ്ങനെ തള്ളമോന് വളം വെച്ചു കൊടുക്കല്ലേ. വിത്ത് ആരാന്റെ ആയാലും വളർത്തി വലുതാക്കിയാൽ ഗുണം കിട്ടുമെന്ന് വിചാരിച്ചു. എവിടെ കാക്കക്കൂട്ടിലെ കുയിലായിപ്പോയി. അയ്യോ, വേലായുധന്റെ എവിടെ? ഇല്ല, പപ്പടം കൊണ്ട് അങ്ങാടി പോയിരിക്ക. എപ്പോഴാവും വരിക? അറിയില്ല, വൈകുന്നേരം ആവുമ്പോഴേ വരണുണ്ടാവുള്ളൂ. കൊറേ പ്രാവശ്യം അതിനെ ഇങ്ങോട്ട് നടത്തിക്കണു. വെറുതെ കളിപ്പിക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞോളൂ. പറഞ്ഞോളാം കുഞ്ഞുണ്ണിയാരെ. അത്യാവശ്യ കാര്യമാണ്, അല്ലെങ്കിൽ തൂങ്ങിച്ചാവേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടേ ₹5000 എണ്ണി വാങ്ങിയിട്ട് മാസം 5 ആയി. ഇപ്പൊ അതിന്റെ പലിശയില്ല, മുതലും ഇല്ല. ഇങ്ങനെ ആയാൽ കുറച്ച് ബുദ്ധിമുട്ടാവും. പലിശ മറ്റടുത്ത് പലിശ പലിശ പണ്ടാരക്കാലം പേടിപ്പിച്ചു പറഞ്ഞല്ലോ. ഇവത്തെ ഒളിച്ചിരിക്കാൻ ഇപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കും. പറഞ്ഞാ ഇപ്പൊ നിന്നെ ഇവിടുന്ന് പറഞ്ഞു കൊടുക്കും. പൈസ എണ്ണി വാങ്ങിച്ച ശേഷം എപ്പൊ അന്വേഷിച്ചൊന്നും ആളെ കാണില്ല. വരുമ്പോ പറഞ്ഞോളാം. നേരാമണ്ണം അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളു. അല്ലെങ്കിൽ കെട്ടിവരും ഞങ്ങൾ അവനോട് കൊണ്ടുപോകും. കൊടുത്ത മുതലും പലിശയുടെ പലിശയും കൃത്യമായിട്ട് എണ്ണിയാ ഞങ്ങൾക്കറിയാം. പാടാ, അങ്ങാടിയിൽ നോക്കാം. എന്താ കുഞ്ഞിഞ്ഞാരെ? വേലായുധനെ അന്വേഷിച്ചു വന്നാ. പലിശ തോണ്ടാൻ വന്നാവൂല്ലേ? അതെ അതെ. ഈ പഹയന്റെ അടുത്ത് അല്ലാതെ നിങ്ങക്ക് വേറെ ആരും കണ്ടില്ലേ കായ് കടമാങ്ങ? അനീറ്റിന്റെ കല്യാണാവശ്യത്തിന് വേണ്ടി വാങ്ങിയതാ. ആധാരവും കൊടുത്തു. നാട്ടുകാരുടെ കപം തിന്നാൻ നടക്കുന്ന ഹിമാറാവേ കുടിയും പറമ്പും പോവാൻ നോക്കിക്കോളി. അല്ല, അന്റെ വേലത ശരിക്കും ഇവിടില്ലേ? അതാരാ? ശരിക്കും വേലാതെ ഇവിടെ തന്നെ ഉണ്ട്. മനസ്സമാനം തരില്ല തെണ്ടികൾ. ഞമ്മളാ? ഹേയ്, പലിശ പലിശ എന്ത്? എനിക്ക് അത്യാവശ്യമായിട്ട് 12 പപ്പടം വേണം. എന്താ വിശേഷം? തന്റെ കെട്ടിയോള് വയസ്സറിയിച്ചോ? ആ പ്രായം ഇപ്പൊ അന്റെ ജാനുനല്ലേ? ഓള് ഇപ്പോഴും ചെറുപ്പാ. അങ്ങനെയുള്ള വിചാരം വിളിക്ക് ഇല്ലാതില്ലടോ. എന്റെ നെഞ്ചി തീയാ. അല്ല, കണ്ടത് പറഞ്ഞാനിട്ടാ. ഇജ്ജ് എന്തിനാ വേലത ഇങ്ങനെ ഇടങ്ങേറാവുന്നത്? വല്ല കണ്ണിടാക്കിട്ടേം കണ്ടൂടെ? കാശ് വേണ്ടടോ. അതുകൊണ്ട് പിന്നെ ആവാന്ന് കരുതി ഓർഡർ എത്തിക്കാൻ കണക്കാക്കി വെച്ചതാ. രാവിലെ പീടിയിൽ തിരക്ക് കഴിഞ്ഞ് ഗ്ലാസ് കൈ വെക്കുമ്പോഴാ ഒരു സദ്യന്റെ ഓർഡർ കിട്ടിയത്. വയ്യെങ്കിൽ ഏറ്റു. 4 ചില്ലാനം കിട്ടുന്ന കാര്യല്ലേ? അന്നെ കണ്ടു തന്നായി രമേശ. ആ കാര്യസ്ഥൻ രാഘവൻ എന്നെ അന്വേഷിച്ചിരുന്നു. ഇവനെയോ? കാര്യസ്ഥന് പ്രാന്ത? അല്ല, ഇതെന്തപ്പ ചക്രവൂരി പറഞ്ഞ്? 5 കാശിന്റെ ചക്രം ഈ വീട്ടിലേക്കില്ല. എന്നാ പിന്നെ ഈ ചക്രമെങ്കിലും ആയിക്കോട്ടെ. കള്ളന്മാരുടെ ശല്യം ഉണ്ടാവുക. നമ്മുടെ മുതൽ നമ്മളല്ലേ സൂക്ഷിക്കണം. അത് വേണം. കക്കാൻ പറ്റിയ ഒരു സാധനം. തൂക്കി വിറ്റ അതിന് തുരുമ്പിന്റെ വില പോലും കിട്ടില്ല. സൈക്കിളിന് ചീത്തപ്പൻ ഉണ്ടാക്കാൻ കൊണ്ട് നടക്കുക പ്രമാണി. ഓൻ കേക്കണ്ട. ഇയാള് പോ. ഇത് പരത്തി പരത്തി എന്റെ ജീവിതം പരന്നു എന്നല്ലാണ്ട് വേറൊന്നും ബാക്കിയില്ല. പതത്താൻ ഞാനല്ലേ? നീ പോടാ. ഞാൻ ഇവിടുത്തെ ഒരു പ്രമാണിയുടെ കാര്യം പറഞ്ഞതാ. കുലത്തൊഴിൽ പഠിച്ച മോശല്ലേ? പാന്റ് ഷർട്ട് ഇട്ട് ഇങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ലല്ലോ. ഒന്നും മിണ്ടണ്ട, അവിടെ ഇരുന്ന് എന്തെങ്കിലും പറഞ്ഞോട്ടെ. ഉണ്ടാക്കി വെച്ച ഓർഡർ എത്തിക്കാൻ പറ്റുമോ നിന്റെ പ്രമാണിയോടൊന്ന് ചോദിച്ചു നോക്കടി. പറ്റുമോ നിനക്ക്? കൊണ്ടേ കൊടുക്കാന്ന് പറഞ്ഞു. ജന്മാന്തര പുണ്യം. 10 പപ്പടം നമ്മുടെ അമ്മണിയെടുത്ത് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞോ?
ആ അമ്മണി അമ്മയ്ക്ക് 10 കെട്ട് വേണത്രേ. അവര് 2 കെട്ടിയതല്ലേ, ഇനി 8 കെട്ട് വേണോ? 10 കെട്ട് പപ്പടത്തിന്റെ കാര്യ പറഞ്ഞത്. ഓ അങ്ങനെ. എവിടുന്ന് വന്നൂടി എനിക്ക് പുതിയൊരു ബോധോദയം? മാനത്ത് പൊട്ടി വീണതാ. തൽക്കാലം 10 കെട്ട് എത്തിച്ചാ മതി കേട്ടോ. അത് നിന്റെ പ്രമാണിയോട് പറഞ്ഞേപ്പിച്ചാ മതി. അനുസരിക്കോ ആവോ. എളുപ്പത്തിൽ വീഴിക്കാമെന്ന് ആരും മോഹിക്കണ്ട. ഞാൻ വീണേ മുരുകൻ വിചാരിക്കാം. ആര് കരുവാ മുരുകനോ? സാക്ഷാൽ പളനിമല മുരുകൻ ദണ്ഡായുധ പാണി. ഓ ആ മുരുകൻ. വേലായുധമാക്കിയവനാണ് വേലായുധൻ മുരുകൻ. അതായത് ഞാൻ തൊഴുക, എന്നെ തൊഴുക. മുണ്ട്. ചെരുപ്പ് ചെരുപ്പ് ഇവിടെ. പഴനിമല കോവിലില് പാൽ കാവടിയോ തുടങ്ങി. 8 വർഷം തുടർച്ചയായിട്ട് കാവടി തോളിലേന്തി പഴനിമല ചവിട്ടുവനാണ് വേലയത്. അറിയാമോ കള്ളു കുടിച്ചുകളെ? മുറുക വടിവേല തുടങ്ങി. ഒഴിക്കുന്ന നിലയിൽ കൂടെ എന്നാലേ ബോധം തെളിയും. മോറടി അങ്ങോട്ട്. എല്ലാരും കൂടെ എന്നെ സമുദ്രത്തിലേക്ക് തള്ളിയിട്ട് കൊല്ലാൻ പോവുകയാണോടെ. കൊല്ലപോകളെ അയ്യോ അമ്മേ, ഇത് രാവിലെ പശുവിന് കൊടുക്കാൻ വെച്ചിരുന്ന കാടിയുള്ളല്ലേ? അതെ, അറിഞ്ഞോണ്ട് തന്നെയാ. ആട്ട് നിൽക്കട്ടെ. നടക്കണേ. ഇന്നത്തെ പഴമക്ക് ഇത്ര മതി. അവിടെ ഇരിക്കട്ടെ. ശല്യം. എനിക്കിവിടുന്ന് പോകാൻ മനസ്സ് വരുന്നില്ല. ആരെങ്കിലും കണ്ട അസലാവും. ഏതായാലും ഈ അർദ്ധരാത്രിയിൽ യാത്ര പറയുന്നില്ല. നാളെ വരും കേട്ടോ. എല്ലാരും ഉറങ്ങിയോ? ആരാ ഈ നട്ടപ്പാതിരിക്ക് അറക്കങ്ങയിലും ഉറങ്ങിയില്ലേ? ആരാ? കാടുകുടിയൻ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ആരാന്നാ ചോദിച്ചത്? കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഈ ഷക്കീലക്ക് നല്ല വൃത്തിയാ. എങ്ങനെ വൃത്തിയില്ലാതിരിക്കും? ഇപ്പൊ നമ്മൾ എന്റെ 4 ഗുളി കണ്ടില്ലേ? എന്തായാലും കൊടുത്ത കാശ് മുതലായി. തീപ്പിട്ടി ഉണ്ടായില്ലേ? ഇല്ല, കൊള്ളി കഴിഞ്ഞു. അപ്പൊ ഓക്കെ, നാളെ കാണാം. അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോൾ അയലത്തെ പെണ്ണുങ്ങൾ കളിയാക്കി കല്യാണി. ആ ചേട്ടാ ഇങ്ങനെ ചേട്ടാ ചേട്ടോ ഒറ്റയൊന്ന് ശരിക്കും പേടിച്ച് രക്ഷപ്പെട്ടു. ചായ. അബുക്ക അനക്ക് ചായ കുടിക്കണ്ടേ? വേണ്ട. ഇന്ന് ഹർത്താലും വല്ലതും ഉണ്ടാ? എന്തേ? ഏയ് ലീവാക്കല്ല. മീനുസ്വാമി സമാധിയായോ? നമസ്കാരം. അയ്യോ, ഇതെന്താ പറ്റിയേ? ഇന്നലെ രാത്രി എന്തോ കണ്ടു പേടിച്ചതാ. ചുട്ടുകൊള്ളാണ് പനിയാ. മേല് പപ്പടം വെച്ചാ പൊളിക്കും. അത്ര ചൂടാ. ഇത് പേടിപ്പനിയാ. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ കണാറിനെ കൊണ്ടൊരു ചരട് ജപിച്ച് കെട്ടിച്ചാൽ മതി. അതെ പോയി. അതോ പലിശക്കാരാ? അത് നമ്മളെ ശ്രീദേവിയാ. മറ്റേ പെണ്ണോ? അതേതോ ചെക്കനാ. ഇന്നിങ്ങോട്ട് വരട്ടെ. അവിടെ പഠിപ്പ് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതന്നെ.
എടി നിന്റെ അച്ഛനല്ലേ ഇത്? എവിടെ? ഇതാ പോണു. പിടിക്കടാ അയ്യോ എന്റെ അച്ഛൻ തന്നെയാ. നമ്മളെ കണ്ടു ആവും. ഞാൻ ഒന്ന് വേഗം ചെല്ലട്ടെ, ഇതിനൊരു എളുപ്പവഴി നാളെ എപ്പോഴാ? രാവിലെ. എന്നാ നേരത്തെ നിനക്ക് ക്ലാസ് ഇല്ലേ? ഉണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. ശ്ശോ. നീ അല്ലേ കഞ്ഞി വേണമെന്ന് പറഞ്ഞത്? വേണമെങ്കിൽ വന്ന് കഴിച്ചോ. ഇതൊന്ന് കഴിഞ്ഞോട്ടെ, ഇപ്പൊ വരാം. ഓ ഏത് നേരത്തെ മുടിഞ്ഞ ഒരു അഴിച്ചുപണി. എത്ര കാലായി തുടങ്ങിട്ടെന്ന് അറിയട്ടെ. ഇന്നത്തോടെ ഞാനിത് നിർത്തും. ഒരു പ്രേമം മുട്ടുകാല് തല്ലി ഓടിക്കും ഞാൻ. ഉരുമ്പട്ടോൾ കൊണ്ടായ ഉരുമ്പട്ടോൾ. എന്താ വളർത്തടി മക്കളെ, ലാളിച്ച് വളർത്തി ഉണ്ടാക്കടി. ആ, സത്യം പറയുമ്പോ എന്റെ വെക്കിട്ടുകാരിലല്ലേ തള്ളയും മക്കളെയും പണി. നിങ്ങൾ എന്താ പറയണത്? ആരുടെ കാര്യം പറയണത്? ഇവിടെ ഒരുത്തിയുടെ ട്യൂഷനെ കണ്ണിക്കണ്ടോമാരുടെ കൂടെ മരത്തിന്റെ ചോട്ടിന്നാ. ആ? 4 അക്ഷരം അറിഞ്ഞിരുന്നാ നല്ലതെന്ന് കരുതി വിട്ടതാ. നിർത്തി പഠിപ്പും മണ്ണാങ്കട്ട ഇന്നത്തോടെ നിർത്തി. ഇനി അവള് പരത്തട്ടപ്പം പപ്പടം. പഠിപ്പ് നിർത്താൻ മാത്രം ഇവിടെ ഒരു വഴക്കേ ഉണ്ടായിട്ടില്ല. അവളെ എന്റെ മോണാ. ആ അതാ കുഴപ്പം. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടടി. പച്ച പുള്ളിയുള്ള ചുരിദാറിട്ട് ഏതോ ഒരുത്തന്റെ കൂടെ മരത്തിന്റെ ചോട്ടി നിൽക്കണു. നിനക്കെന്താ പ്രാന്തുണ്ടോ? ഇല്ല. അവളെ ക്ലാസ് കഴിഞ്ഞിട്ട് മണിക്കൂർ ഒന്നായി. ആ അവൾ അവിടെ ഇരുന്ന് പഠിക്കുക. പഠിക്കേ ശ്രീദേവി മോളെ, എന്താ അമ്മേ? മോളോട് വന്നേ. എന്താ? എടാ ചന്തു, എന്താ മാമ? നിനക്ക് കണ്ണ് വല്ല കുഴപ്പമുണ്ടോ? കന്നിക്കേതുണ്ടായിരുന്നു, ഇപ്പൊ മാതി. ആഹാ, ഇതെത്രയാ? 10. ഇതോ? അത് അമ്മാവൻ തന്നെ പതാ. ആ നമ്മൾ അവിടെ കണ്ടത് ഇവളെ തന്നെയല്ലേടാ? അല്ലാന്ന് തോന്നുന്നു. ഇത്ര പൊക്കമില്ല, വണ്ണം കുറച്ച് ജാസ്തിയാ. പപ്പതത്തിന് നടാ. അത് വേറെ വല്ല പെണ്ണുങ്ങൾ വരച്ചു കണ്ണും കടുപ്പില്ലാണ്ട് നടക്കുക. പോയി വല്ല കടലട്ടം കണ്ട് കണ്ണ് കളിക്ക് വലിക്കുക. കുട്ടിയെ കുട്ടി പറഞ്ഞ് നടക്കുക പോട്ടക്കണ്ണെ. ഞാൻ കുഴഞ്ഞു. മാവ് കുഴക്കത്തെ. നീ കുഴയ്ക്ക. കണ്ണ് വായിക്കാമോ? എന്തോ ഇഴഞ്ഞു നീങ്ങണു. ഇപ്പൊ വായിക്കാമോ? പറ്റണില്ല. വായിക്കൂ. പറ്റണില്ല. അക്ഷരം അറിയാമോ? അറിയില്ല. ഇപ്പൊ കാണാമോ? കാണാം. നിങ്ങൾക്ക് വ്യക്തമായി കാണാമോ? വ്യക്തമായി കാണാം. ഓക്കെ. എപ്പ തരും? ഒരാഴ്ചയാവും. എത്ര രൂപയാവും? 1800. ഇയാളെ ഏത് നേരെ നോക്കി നടക്കണോ? ഈ പഴം എന്താ വില? പഴം ഇവിടെ അല്ല, ആ കടയില. ഓ പഴഞ്ചെരിപ്പാ. എന്താ ഇത്? എന്ത് വേണ്ട? ആ ഒരു പഴം, ആ ഒരു സോഡ. ഇതെന്താ പഴം ചോദിച്ചപ്പോ പടവലങ്ങാ തന്നത്? അത് പഴം തന്നെയാ, റോബസ്റ്റാ. ഓ ഇത്ര നീളോ? സുലൈമാനെ, രാഘവന് ചായ കൊടുത്തേ. ആ അതാ അടുക്കണ്. മധുരം ഇട്ടിട്ടില്ലല്ലോ. നിങ്ങക്ക് ഷുഗറാന്ന് ഞമ്മക്ക് അറിയൂലേ? അല്ല, നിങ്ങളെ മുതലാളി ഇതാ വരണു എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമല്ല. ഇത് എവിടെയാണ്? വരും, വരാതിരിക്കില്ല.
അവിടെ ഒരു 100 കൂട്ടം ബിസിനസ്സുമായിട്ട് കറങ്ങി നടക്കയില്ലേ? ആ തിരക്കിന്റെ ഇടയിൽ നിന്നൊക്കെ മാറി കുറച്ചൊന്ന് നാട്ടിൽ വന്ന് നിൽക്കാന്നൊക്കെ പറയുമ്പോ പെട്ടെന്ന് ഓടി വരാൻ പറ്റില്ല. പിന്നെ എങ്ങനെ വരിക? വിമാനമൊക്കെ കയറി വരണ്ടേ? അത് രാഘവൻ പറഞ്ഞത് വാസ്തവം. എന്തോ രാഘവൻ പറഞ്ഞത് വാസ്തവം. അങ്ങേര് വന്നാ പിന്നെ രാഘവേട്ടന് കുശാല. കോഴി, സ്കോച്ച്, പന്നി എനിക്ക് വച്ചിട്ട് ഒക്കെ ഉണ്ടാവൂടോ. അതൊക്കെ ഒരു ഭാഗ്യമല്ലേ. അപ്പൊ ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണേ. ഓ നിങ്ങളെയല്ല വിളിച്ചത്, പളനിമല ആണ്ടവനെയാ. ആ അയ്യോ പാവം. ആ പിച്ചക്കാരന് വല്ലതും കൊടുത്തുട്ടേക്കെ. ഈറ്റിങ്ങളെ കൊണ്ടുള്ളൊരു ശല്യം. നേരം വെളുത്തിട്ട് എത്രാമത്തെ തെണ്ടിയാ വരുന്നെന്നറിയോ? പകല് തെണ്ടുക, രാത്രി കക്ക. ഒക്കെ കള്ളന്മാരാ. ആ കണ്ണട കണ്ടില്ലേ? വെറുതെ വെച്ചെടുക്കാ തെണ്ടി. ഞാൻ തെണ്ടിയല്ലടാ തെണ്ടി. എന്നെ തെണ്ടിന്ന് വിളിച്ചാണ്ടല്ല, ഭിക്ഷക്കാരാ നോക്കൂല. പരിപ്പടക്കറി ഞാൻ പറഞ്ഞേക്കാം. എന്റെ അപ്പനിട്ടെറി. ഞാൻ മേലായി തന്നെ മനസ്സിലായോ? ഇന്റെ നമസ്കാരം. പടച്ചോനെ അനക്ക് ഇത് എന്താ പറ്റിയേ? പറ്റി കയ്യിലിരിക്കണ കാശ് കൊടുത്ത് കടിക്കണ പട്ടിയെ വാങ്ങി എന്ന് പറഞ്ഞ പോലായി. എന്നിട്ട് പട്ടി എവിടെ? നീ പോടാ പച്ചന്തേ. എന്താ ഉണ്ടായെന്ന് പറ വേലായുധ. പറയാവേ, കടുപ്പം കൂട്ടി ഒരു ചായ തരിക. കഴിക്കാൻ നല്ല മുരിഞ്ഞ പരിപ്പോടെ എടുക്കട്ടെ. ചവയ്ക്കാൻ വയ്യടോ, ഒരു നേന്ത്രപ്പഴം തരിക. ശരിക്കും എന്താ സംഭവിച്ചത്? മാലതി, രാഗിണി ചേച്ചി, ഏതാ പുതിയ രണ്ടെണ്ണം? മൂത്രമൊഴിക്കാൻ മുട്ടിട്ട് പാടില്ല. നോക്കി നടക്ക്, കല്ലെ തട്ടി വീഴണ്ട. നിങ്ങൾക്ക് ചുമയുണ്ടോ? നിന്നെ ചുമക്കണുണ്ട്. എന്റെ അമ്മേ, അരക്കം വേലായതിനല്ല വരുന്നത്. കാല് സ്ലിപ്പാകല്ലേ ഈശ്വര. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണിയാരും ആൾക്കാരും വരുന്നുണ്ട്. തവിടെയല്ല, ഇവിടെ. ഈ വഴിക്കാന്നോ? അവരിതുവഴിയാ വരുന്നത്. എന്നാൽ നമ്മളെ കണ്ടിട്ടില്ല. അപ്പൊ നീ നടന്നോ? പലിശ ചോദിച്ചാൽ ഞാൻ വീണ്ടും കാറടിച്ച് ആശുപത്രിയിലാണെന്ന് പറയൂ. നിങ്ങൾ എങ്ങോട്ടാ? പൊന്തക്കാട്ടിൽ ഒളിക്കാൻ. ഈ ലാക്കിനുള്ള ഷാപ്പിലും കയറി 4 കാലം വീട്ടിലെത്തിയ കോലൊടിക്കും ഞാൻ. ഇനി അതും കൂടെ ഒടിയാനുള്ളൂ. മുടിയാനായിട്ട് നീ പോ. പലിശക്കാരൻ കുഞ്ഞുണ്ണിയല്ല, അവന്റെ താത്ത മണ്ണുണ്ണി വന്നാ പോലും ഈ വേലായുധന്റെ രോമം പിഴാൻ പറ്റില്ല. വേലായുധം വീട്ടിലുണ്ടോ? ഇല്ല, സുഖമില്ലാണ്ട് ആശുപത്രിയിൽ ഇരിക്കുക. അവൻ ആശുപത്രിയിൽ നിന്ന് വരട്ടെ. എവിടെ കണ്ടാലും ഓടിച്ചിട്ട് പിടിച്ചോണ്ട് വരണം. കൊടുത്ത കാശ് കിട്ടുമോന്ന് നമുക്കൊന്നും അറിയണമല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഒന്ന് പോയി നോക്കട്ടെ ആസ്പത്രിയില്. ഇത് മഴ പെയ്യണോ? ഇല്ലല്ലോ. ഒരു ഉപ്പുരസം. എന്തായാലും മരപ്പെട്ടി താമസമാക്കിയിട്ടുണ്ടോ? ഒന്നും കാണാനും പറ്റില്ല. എന്തായാലും മുതലാളി ഇങ്ങോട്ട് വന്നോട്ടെ. ബാക്കി കാര്യമൊക്കെ പിന്നെ എന്താ വേലായുധ, വീട്ടിൽ ഇതിനൊന്നും സൗകര്യം ഇല്ലേ? ഹേയ്, തൂറിയതൊന്നുമല്ല, പിന്നെ ഒളിച്ചതാ രക്ഷപ്പെടാൻ. എന്നെ ഭയങ്കര പേടിയാ. നീ പോടാ. ആ പലിശക്കാരൻ കുഞ്ഞുണ്ണി എന്നെ കണ്ടാ കൊന്നുകളെന്ന് പറഞ്ഞ് നടക്കുക. നിങ്ങൾ ഈ വേണ്ടാത്ത പണിക്കൊക്കെ നിക്കണോ? അത്യാവശ്യത്തിന് വാങ്ങിയതാ. പലിശ പെരി മല പോലെയായി. എന്താ ചെയ്യാ, കച്ചവടം മോശം. എന്റെ ഈ കഷ്ടപ്പാട് കണ്ട് മേലെ ഒരാളിരിപ്പുണ്ട്. ആ, മോളിൽ ഒരാൾ ഉണ്ടെന്നുള്ള ബോധം വേണം. അപ്പൊ ഇത്തിരി മനസ്സമാധാനം കിട്ടും. മേളിലുള്ള ആളെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത്. എപ്പോഴാ ചതിക്കെന്നറിയില്ല. മഹാ തിരുമാലിയ. വാടോ. അല്ല, ഇവിടെ വല്ലാത്തൊരു വാട. ആ, വേലായുധന് വയറിളകി കാണും. ആ വാ. മരപ്പ അല്ല, എന്റെ അമ്മേ, നീ എന്താ ചന്ദ്രനിൽ പോവാൻ പോണ? അത് സൈക്കിളിൽ നിന്നൊന്ന് വീണതാ. അത് ശരി. ഇതെന്താ കയ്യില് പറ്റിയത്? ഓ, അത് 4 ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒന്ന് വീണതാ. പരിക്കൻ തേച്ച് ബിൽഡിംഗ് തീർന്ന അറിഞ്ഞില്ല. കാല് വഴി താഴേക്ക് പോയി. അയ്യോ, ചാവണ്ടതായിരുന്നു. നല്ല കാലത്തിന് ഇത്രേ പറ്റുള്ളൂ. യവന് നല്ല കാലം തന്നെയാണ് രമേശ. അല്ലെങ്കിൽ പിന്നെ 10-50 അടി ഉയരമുള്ള മരത്തിൽ നിന്ന് തലയും കുത്തി താഴെ വീണത് കുളത്തിലെ വെള്ളത്തിലേക്കല്ലയോ? ആ വീഴ്ച കരയിലേക്കായിരുന്നെങ്കിൽ ഒത്താവിട് പൊടിയായേനെ. വെള്ളത്തിലേക്കോ? ഞാനോ? രാഘവൻ പിച്ചും പേയും പറയണം. ഈ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് സ്വൈര്യമായിട്ട് കുളിക്കാൻ പറ്റില്ലെന്ന് എന്ത് ചെയ്യും? അതിന് കോമളെടുത്ത് ബാത്റൂമിലല്ലേ കുളിക്കുന്നത്, കുളത്തിലല്ലോ. നിന്നോടെ വർത്താനം പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, വാടാ. അല്ല, എങ്ങോട്ടാ രാഘവട്ടെ ഈ കൊലയും നോക്കി പിടിച്ചോണ്ട്? കൊളക്കടവിലേക്ക് കുളി കാണാൻ. ആ, ഞാൻ വിചാരിച്ചു കോമളയുടെ വീട്ടിലേക്കായി. നീ വാടാ, ചെല്ലടാ. പഴം പോയി കുള്ള, വേഗം വാടാ. ആള് കുള്ളനാണെങ്കിലും അടിപൊളി വല്ലേ വല്ലേ. നിന്റെ കയ്യില് കാശുണ്ടോ കുറച്ച് കടം തരാനായിട്ട്? ആശുപത്രി കടം പറഞ്ഞിട്ടാ ഞാൻ വന്നത്. ഉണ്ടെങ്കിൽ ഒരു 100 റുപ്യ താടാ. 100 റുപ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആഭരണങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടി സ്വർണ്ണം പൂശിയേനെ. കണ്ടില്ലേ, ഒക്കെ മങ്ങി തുടങ്ങി. സമയം എത്രയായിട്ടുണ്ട്? ഒരു 8 ആയിട്ടുണ്ടോ? അയ്യോ, കുളി കഴിഞ്ഞിട്ടുണ്ടാവും. പങ്കജോലി ലീവിന് വന്നിട്ടുണ്ട്.
ഇതെന്താ രാഘവേട്ടന് പറ്റിയത്? ആവോ എവിടേക്കാ രാഘവട്ടെ രാവിലെ ഈ വടിയും പിടിച്ചു കൊടുത്തു? അതേതാണ് ചെങ്ങായി? ബംഗാവി താമസിക്കാമെന്ന പുതിയ മുതലാളിയാ. വ്യായാമം ചെയ്ത് ശരീരം നന്നാക്കാൻ വേണ്ടിട്ട് ഈ ഓട്ടം. അയാൾക്ക് പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ട് ഞാൻ കൂടെ ഓടിയെന്നേ ഉള്ളൂ. പിന്നെ വല്ല പട്ടിയോ നായോ കടിക്കാൻ വരുമല്ലോ എന്ന് വിചാരിച്ച ഈ വടി ഞാൻ കരുതിയത്. ഇപ്പൊ ഒക്കെ മനസ്സിലായില്ല ചേട്ടകളെ. വിട്ടോ എന്റെ അമ്മ, ഈ പണ്ടാരക്കാലം ഇത്ര വേഗം അവിടെ കള്ളൻ, കള്ളൻ, കള്ളൻ. അവിടെ ഓട്ടക്കാരി ബീനമോളുടെ വണ്ടി. അയ്യോ. എന്തിനാ രാഘവ വടിയെടുത്ത് അയാളുടെ പിന്നാലെ ഓടണേ? ഏതാ മനുഷ്യൻ? പുതിയ മുതലാളിയാ. അതെയോ? എപ്പോഴാ വന്നേ? അങ്ങോട്ട് വരാൻ പറ്റില്ല കേട്ടോ. എന്നാ ഇവിടെ അങ്ങ് നിൽക്കാണ്ട് വേഗം അങ്ങോട്ട് എത്തിക്കോ, അവിടെ പണിയുണ്ട്. അതൊക്കെ വന്നോളാം. എവിടേക്കാ കിതച്ചോണ്ട് ഓടണേ? കിതച്ചോണ്ട് ഓടിയതല്ല, പതിവില്ലാതെ ഓടിയപ്പോ കിതച്ചു പോയതാ. അതൊക്കെ പിന്നെ പറയാം, ഞാൻ പിന്നാലെ ചെല്ലട്ട്. അല്ലെങ്കിൽ മുതലാളി വഴി തെറ്റി വല്ല പൊട്ട കിണറ്റിലും ചെന്ന് ചാടും. നില്ലോ എവിടേക്കാ? വിളിക്കിരിക്കാനാ? അകത്തിരുന്നൂടെ? കുടിയിൽ സൗകര്യമില്ലേ? ഇതാ പലിശക്കാരൻ കുഞ്ഞുണ്ണിയുടെ ഗുണ്ടകളാണല്ലോ. ഭഗവാനെ, ഓടിച്ചിട്ട് പിടിച്ച് തല്ലിച്ചതയ്ക്കാൻ വരികയാണോ? പപ്പടപ്പരത്തന്നെ കൈ ഇവറ്റകള് തല്ലി ഒടിക്കോ? ഓട് തന്നെ. മുരുക, രക്ഷപ്പെട്ടു.